കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് അങ്കണവാടിക്കായി കണ്ടെത്തിയ സ്ഥലത്തെ ചൊല്ലി വിവാദം. PWD റോഡിനും പഞ്ചായത്ത് റോഡിനും ഇടയിലുള്ള ഇടുങ്ങിയ ഭൂമിയാണ് കെട്ടിടത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത്. അപകടകരമായ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് വന്നു. തെക്കേക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് കേന്ദ്ര ഫണ്ട് 40 ലക്ഷത്തോളം രൂപ മുടക്കി സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നത്. പൂഞ്ഞാർ കൈപ്പള്ളി PWD റോഡിനും ഞാറയ്ക്കൽ കുന്നോന്നി പഞ്ചായത്ത് റോഡിനും ഇടയിൽ സ്വകാര്യ വ്യക്തി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 10 അടിയോളം ഉയരത്തിലുള്ള സ്ഥലം നിരപ്പാക്കാനായി പഞ്ചായത്ത് റോഡടക്കം മാന്തിപ്പൊളിച്ചതോടെ റോഡ് അപകടാവസ്ഥയിലായി. ചെറുവാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ കടന്നു പോകാനാവുന്നത്. അതുകൊണ്ട് തന്നെ അങ്കണവാടി നിർമ്മിക്കുന്നത് അപകടകരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് കണ്ടാലറിയാം, ഭയങ്കര അപകടാവസ്ഥയിലാണ്. ഇതിന് നടപടി എടുക്കണമെന്ന് ഞങ്ങൾ പഞ്ചായത്തിലും PWDയിലും പറഞ്ഞു, അപേക്ഷ കൊടുക്കുകയും പരാതി സ്വീകരിക്കുകയും ചെയ്തു. അതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങൾ പ്രതിഷേധങ്ങളുമായിട്ട് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവരാവകാശ മറുപടി പ്രകാരം ആകെ 5 മീറ്റർ സെറ്റ് ബാക്കായി പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. ആകെയുള്ള സ്ഥലത്തു നിന്നും ബാക്കി വരുന്ന 3 മീറ്ററിൽ എങ്ങനെ കെട്ടിടം നിർമ്മിക്കുമെന്നാണ് ചോദ്യമുയരുന്നത്. അതേസമയം നിലവിലെ അംഗൻവാടി പ്രവർത്തിക്കുന്നത് റോഡ് പുറമ്പോക്കിലാണ്. പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി മാറ്റി സ്ഥാപിക്കണമെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അംഗൻവാടി മാറ്റുന്നതെന്ന് പഞ്ചായത്ത് അംഗം സജി സിബി പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എന്താണ് അവരുദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കുട്ടികൾ മോശമായ അംഗൻവാടികളിൽ പഴയ അംഗൻവാടിയുടെ സ്ഥിതി വളരെ മോശകരമാണ്. അതുകൊണ്ട് നല്ലൊരു അംഗൻവാടി പണിയുന്നതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്നതെന്നാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാത്തത്. പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും ICDS ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി അനുയോജ്യമെന്ന് വിലയിരുത്തിയ സ്ഥലമാണ് പദ്ധതിക്കായി ഉപയോഗിക്കുന്നതെന്ന് പഞ്ചായത്ത് വിശദീകരണം. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.